എന്താല്ലേ ഇന്നലെ നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും കൂടി പിടിച്ചുകൊണ്ടുപോയ ആന ഇന്ന് രാവിലെ ചെരിഞ്ഞല്ലേ? കർണാടക വനം വകുപ്പിന്റെ ബന്ദിപ്പൂരിലുള്ള ആനക്യാമ്പിൽ വെച്ചിട്ടാണ് ഈ തണ്ണീർക്കൊമ്പൻ ചെരിയുന്നത്. അപ്പം പൊതുവേ വെള്ളമുള്ള അല്ലെങ്കിൽ ചതുപ്പായിട്ടുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സമയം ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആന ആയതുകൊണ്ടാണ് ഇതിന് തണ്ണീർ എന്ന് അവിടെ ഉള്ളവർ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ അവിടെയുള്ള ആളുകൾക്ക് അങ്ങനെ വലിയ ശല്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാപ്പിത്തോട്ടത്തിലൊക്കെ കയറും എന്നുള്ളതല്ലാതെ അങ്ങനെ ജനങ്ങൾക്കൊരു ഉപദ്രവമോ അവരെ ഉപദ്രവിക്കാൻ ചെല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആനയല്ല തണ്ണീർക്കൊമ്പൻ. അപ്പോൾ ഈ ആനേനെയാണ് കഴിഞ്ഞ മാസം പകുതിയോടെ വനംവകുപ്പ് പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ഈ റേഡിയോ കോളറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ടോ നോക്കുക, ആന പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിരീക്ഷിക്കുക, അതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ ആനേനെ കയറ്റി വിട്ടിട്ട് ഇതിപ്പം ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ മാസം പകുതിയോടെയാണ് വനത്തിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അന്വേഷിക്കാനുള്ള ഒരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി അറിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് അവരറിഞ്ഞേനെ, അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞേനെ. ആനയെ സംബന്ധിച്ചിടത്തോളം ഇത് വയനാടും കേരളവും അത് കർണാടകയൊന്നും അല്ല. ആനയ്ക്കിത് അത് സഞ്ചരിക്കുന്ന ഒരു പാത അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടെ ആന സഞ്ചരിച്ച് ഇവിടെ എത്തി. ഇവിടെ വന്നത് തന്നെ രാവിലെ വന്ന് ഇവിടുത്തെ ജനങ്ങൾ കണ്ടതിന് ശേഷമാണ് ഇവിടുത്തെ വനം വകുപ്പ് അറിയുന്നതും എല്ലാം. ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചതിൻ്റെതായ യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരത് അറിയുമായിരുന്നു. ഇപ്പം അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ തന്നെ അരിക്കൊമ്പനെ പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലേക്ക് കയറ്റി വിട്ടപ്പം എത്ര നാൾ നമ്മൾ അതിൻ്റെ റൂട്ട് മാപ്പൊക്കെ നോക്കി ആന എവിടേക്ക് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിരുന്നു. പക്ഷേ അതും എത്രയോ നാളുകൾ നോക്കി. ഇതിപ്പോൾ ഇത്ര വിരലെണ്ണാവുന്ന ദിവസങ്ങളായിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ആനേൻ്റെ സഞ്ചാരപാതയെക്കുറിച്ച് ആർക്കും ഒരു വിവരം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ആന എവിടെയൊക്കെ സഞ്ചരിച്ചു, ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ടോ, ആന ഒരു അയൽ സംസ്ഥാനത്തു നിന്ന് ഒരു ആന നമ്മുടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് അവിടുത്തെ വനം വകുപ്പ് അവിടെ നിന്നുള്ളൊരു ആന അവിടുന്ന് അവർ വനത്തിലേക്ക് കയറ്റിവിട്ട ആന എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊന്നും നോക്കുന്നില്ല. അങ്ങനെ രാവിലെ ഇവിടെ എത്തിയ ആന ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു കാട്ടാന വന്ന ഒരു ഭീതി ഒഴികെ ബാക്കി വേറൊരു പ്രശ്നങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊരു നമുക്കറിയില്ല, ആനേൻ്റെ ചരിത്രം എന്താണെന്നും നമുക്കറിയില്ല. ആന മുമ്പ് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, ആളുകളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചരിത്രം നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാട്ടാനയാണ്. ആ ഒരു കാട്ടാന ഇവിടെ വന്നതോടെ ഇവിടുത്തെ മാനന്തവാടി ടൗണ് തന്നെ സ്തംഭിച്ചു പോയി. സ്കൂളുകൾ, ഹോസ്പിറ്റൽ, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചിടുന്നു, ജനങ്ങളോട് പുറത്തിറങ്ങുന്നു പറയുന്നു, നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു 10-15 മണിക്കൂറോളം ഈ നാട് സ്തംഭിച്ചു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മയക്കുവെടി വെക്കാല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ അവരാലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 10-20 മാക്സിമം പോയ 20 ദിവസങ്ങൾക്ക് മുന്നേ മയക്കുവെടി വെച്ചിട്ടുള്ള ഒരാനേനെ അതിനുള്ളിൽ പിന്നെ മയക്കുവെടി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ അവെയർ ആവേണ്ടതായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന നിന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് സമയം നിന്നിട്ടുണ്ട്. ആ സമയത്തെ വെയിലും എല്ലാം ആന അവിടെ നിന്ന് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും വൈകിപ്പിച്ചത് എന്തിനാണ്? അപ്പം അതിനെ അത്രയും അവിടെ നിർത്തി ക്ഷീണിപ്പിച്ചതിന് ശേഷം വൈകുന്നേരമാണ് ഇവർ മയക്കുവെടി വെക്കുന്നത്. അപ്പം അത്രയും നേരത്തെ ആ ഒരു ഉഷ്ണവും ക്ഷീണവും ഒക്കെ ഈ ആനയ്ക്കുണ്ട്. അതിനുശേഷമുള്ള മയക്കുവെടി ആനയുടെ സഞ്ചാരപാത അവർ കൃത്യമായിട്ട് നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആന ജനവാസ മേഖലയിലേക്ക് അടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് പടക്കം പൊട്ടിച്ചോ എങ്ങനെയെങ്കിലും ആനയെ തിരിച്ച് വനത്തിലേക്ക് കയറ്റി വിടാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആന ചെരിയില്ലായിരുന്നു. ഇപ്പം എത്ര മൃഗങ്ങളല്ലേ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? കടുവ, പുലി, കാട്ടാന, കാട്ടുപോത്ത്, കരടി. നമ്മുടെ വനമേഖലയിൽ എത്ര വന്യജീവികൾ ഉണ്ടെന്നുള്ള കണക്ക് പോലും നമുക്കാർക്കും സാധാരണ ജനങ്ങൾക്കാർക്കും അറിയില്ല. അപ്പം നമ്മളെ ഒരു കാട്ടിൽ കൊണ്ടുവിട്ടാൽ നമുക്ക് ജീവിക്കാൻ പ്രയാസമുള്ളതുപോലെ വന്യജീവികൾക്കും നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടത് അവർ ജീവിക്കുന്ന സ്വാഭാവികമായ കാടാണ്. പക്ഷെ ആ സ്വാഭാവിക വനമാണ് ഇപ്പം ഇല്ലാത്തത്. ഇപ്പോൾ വയനാട്ടിലെ കാടുകളിൽ നോക്കിയാൽ നിറയെ തേക്ക് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ രൂപമാണുള്ളത്. അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊന്നും കാട്ടിൽ കിട്ടാനില്ല. അപ്പോൾ അതൊക്കെ തേടിയിട്ടാണ് അവർ ഈ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതും. അപ്പോൾ ഇനി വേനലാവുമ്പോൾ ഈ എണ്ണം കൂടുകയുള്ളൂ, അത്രയും കൂടെ വന്യജീവികൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് വനം വകുപ്പാണ്. വനം വകുപ്പ് കൃത്യമായിട്ട് വനമേഖലയിലുള്ള ജീവികളുടെ കാര്യം ശ്രദ്ധിച്ചാൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ അവർ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലെ ജനങ്ങൾക്ക് ശല്യമാകില്ല. അപ്പോൾ നാട്ടിലെ ജനങ്ങളും സ്വാഭാവികമായും സുരക്ഷിതരായിക്കോളും. ഇപ്പോൾ ഈ ആന നാട്ടിലിറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ അതിനെ അപ്പം തന്നെ കൊന്നുകളയണം, ഇത് ആളുകളെ ഭീതിപ്പെടുത്തും, അവർക്ക് ശല്യം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴും വന്യജീവികളുടെ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളൊരു ജനതയായിട്ട് പോലും ഈ ആന ഇങ്ങനെ ചെയ്യാൻ ഇവിടുത്തെ നാട്ടുകാർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സമ്മർദ്ദം മൂലമുള്ള ഹൃദയാഘാതം കൊണ്ടാണ് ആന ചെരിഞ്ഞതെന്നാണ്. അങ്ങനെ ആയിരുന്നാലും ഇപ്പോൾ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ഈ ആനയുടെ സഞ്ചാരപാത ഫോളോ അപ്പ് ചെയ്യുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ആന ജനവാസ മേഖലയിൽ എത്തുന്ന തടയോ ഒന്നും ചെയ്യാതിരുന്ന ഫോറസ്റ്റ് വകുപ്പിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല.